أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. قال أولو جئتك بشيء مبين. قال فأت به إن كنت من الصادقين. الله العظيم. സൂറത്ത് ഷുഅറാ 29, 30, 31. ഖാല, ഫിർഔൻ പറഞ്ഞു, ലഇൻ ഇത്തഖദത, നീ സ്വീകരിക്കുകയാണെങ്കിൽ, ഇലാഹൻ, ഒരു ദൈവത്തെ, ഗൈരി, ഞാനല്ലാത്ത, ലഅജ്അലന്നക, ഞാൻ നിന്നെയാക്കുക തന്നെ ചെയ്യും, മിനൽ മസ്ജൂനീൻ, ജയിൽ വാസികളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ജയിൽ പുള്ളികളുടെ കൂട്ടത്തിൽ. ഖാല, മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അവലൗ ജിഅ്തുക, ഞാൻ നിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിന്റെ അടുത്ത് വന്നിരിക്കുന്നെങ്കിലുമോ, ബിശൈഇൻ മുബീൻ, വ്യക്തമായ ഒരു കാര്യവും കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ ഒരു വസ്തുവും കൊണ്ട്. ഖാല, ഫിർഔൻ പറഞ്ഞു, ഫഅ്തി ബിഹി, എന്നാൽ നീ അത് കൊണ്ടുവാ, ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യസന്ധരിൽ പെട്ടവനാണെങ്കിൽ, സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. മൂസ അലൈഹിസ്സലാം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമ എന്ന് പറഞ്ഞത് ഫിറൗന് തീരെ പിടിച്ചില്ല. എന്നാൽ അതിന് മറുപടി പറയാൻ, അതും ഞാനാണ്, അല്ലെങ്കിൽ ഈ ഉദയാസ്തമയങ്ങളുടെ ഇടയിലുള്ളത് മുഴുവൻ ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നൊന്നും പറയാൻ ഫിറൗന് കഴിയില്ല. അതുകൊണ്ട് ഉത്തരം മുട്ടിയപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ദൈവത്തിനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ, പിടിച്ച് ജയിലിലിടുക തന്നെ ചെയ്യും എന്നാണ്. അതില് ഒന്ന്, ഫിറൗൻ അവന്റെ കരുത്ത് കാണിക്കുന്നുണ്ട്. നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും, ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇവിടെ സമ്മതിക്കില്ല എന്നർത്ഥം. എന്താണ് വാദം? ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ദൈവത്തെ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്വേച്ഛാധിപതികൾ ദൈവമാണെന്ന് പറയുന്നത്, എല്ലാവരും എന്നെയാണ് ആരാധിക്കേണ്ടത്, എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എല്ലാം തരും, അതുപോലെ വിളി കേൾക്കുന്നവനാണ് ഞാൻ എന്നൊക്കെ, ഇങ്ങനെ ദൈവങ്ങളെക്കുറിച്ച്, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെക്കുറിച്ച് മുശ്രിക്കുകൾ സങ്കല്പിക്കുന്ന കാര്യങ്ങളൊന്നും ഫിറൗനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. ആരാധന ഫിറൗനിനായിരുന്നില്ല. ഫിറൗൻ തന്നെ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട്. ഫിറൗൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ, അതിലൊന്ന് പശുവാണ്, പശുക്കുട്ടിയുടെ തല. അത് അവിടുന്ന് വന്നതാണ് ഇവിടെയും. സൂറത്തുൽ ഖസസില് ഫിറൗൻ പറഞ്ഞതായി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്, യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഓ പ്രഭുക്കന്മാരെ, ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ എന്ന്. എന്നിട്ട് കളിയാക്കുന്നുണ്ട്. മൂസ പറയുന്ന ഇലാഹ് ഉണ്ടോ എന്ന് ഞാനൊന്ന് ആകാശത്തേക്ക് എത്തി നോക്കട്ടെ, ഹാമാനെ നീ ഒരു ഗോപുരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. അവിടെ ഞാനാണ് ഇലാഹ്, ഞാനല്ലാത്ത ഒരു ഇലാഹോ എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ മൂസ അലൈഹിസ്സലാമിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാനല്ലാത്ത ഒരു ഇലാഹിനെ സ്വീകരിച്ചാൽ ജയിലിലിടും എന്നാണ്. അപ്പോ ഫിറൗനെ ആരാധിക്കണം എന്നാണോ അയാളുടെ ആവശ്യം? അല്ല.
ആരെ ആരാധിക്കണം എന്നത് ഉൾപ്പെടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും എന്നെ അനുസരിച്ചാണ് നടത്തേണ്ടത്. അങ്ങനെയല്ലാതെ, അഥവാ ദൈവം ആരാധിക്കുന്ന ദൈവമല്ല, അതിൻ്റെയും മുകളിലുള്ള ദൈവമാണ്. ആരെ ആരാധിക്കണമെന്ന് ഞാൻ പറയും, അവനെ ആരാധിക്കാൻ പാടുള്ളൂ. എന്ത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയും, എന്ത് ആചരിക്കണമെന്ന് ഞാൻ പറയും. പലപ്പോഴും പല ഭരണകൂടങ്ങളും ചെയ്യുന്ന പണി തന്നെയാണിത്. ഇന്നതിനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ, അനുവദിക്കുകയുള്ളൂ എന്ന അധികാരപ്രയോഗമാണ്. സത്യമാണോ അസത്യമാണോ, വിശ്വാസമാണോ, അതൊന്നുമല്ല. ഞങ്ങൾ അനുവദിക്കുന്ന വിശ്വാസം, ഞങ്ങൾ അനുവദിക്കുന്ന പാരമ്പര്യം എന്നൊക്കെ ഇവിടെ പറയുന്ന അതേ നിലപാട് തന്നെയാണിത്. ഈജിപ്തിൽ എന്തിനൊക്കെ ആരാധിക്കാൻ പാടുണ്ട് എന്ന് തീരുമാനിക്കുന്ന ദൈവങ്ങൾക്ക് മുകളിലുള്ള ശക്തി അല്ലെങ്കിൽ അധികാര കേന്ദ്രം അത് ഞാനാണ്. എന്നെ അല്ലാതെ ആ കാര്യത്തിൽ ഇവിടെ പരിഗണിച്ചാൽ പുറത്തു നടത്തുകയില്ല, ജയിലിലിടുക തന്നെ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ്, ആരാധ്യൻ എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം പറയാറുള്ളത്. അലിഹർ റജുലു ഇലർ റജുലി എന്ന അറബിയിൽ പറഞ്ഞാൽ സർവ അവലംബമായി കരുതി ഒരാൾ മറ്റൊരാളിലേക്ക് ഒട്ടി എന്നാണ്. മുമ്പും വിശദീകരിച്ചിട്ടുണ്ട്. ഇയാളുണ്ടെങ്കിൽ എനിക്കിനി ഒന്നും പേടിക്കാനില്ല, ഇയാളുടെ കൂടെയാണെങ്കിൽ ഞാൻ സുരക്ഷിതനാണ്, അതുകൊണ്ട് അയാൾ പറയും പോലെയാണ് ഞാൻ ചലിക്കുകയുള്ളൂ, അയാൾക്ക് വേണ്ടി എന്തിനും തയ്യാറ്, അയാൾക്കെതിരെ ഒന്നിനും തയ്യാറില്ല എന്ന നിലയിൽ ആരെന്തിനെ സ്വീകരിച്ചാലും അത് ഇലാഹാക്കലാണ്. ഞാൻ ചെയ്യാൻ പാടുള്ളത് എന്താണ്, പാടില്ലാത്തത് എന്താണ് എന്ന് അയാൾ തീരുമാനിക്കട്ടെ, അതുപോലെ എന്തുമാകാം എന്നൊരാൾക്ക് നിരുപാധികം വകവെച്ചു കൊടുത്താൽ അത് ഇലാഹാക്കലാണ്. അതുകൊണ്ടാണ് ഫിറൗൻ ഇലാഹാണ് എന്ന് അവകാശപ്പെടുന്നത്. അതാണ് മൂസാ അലൈഹിസ്സലാം സമ്മതിക്കാത്തത്. അതുകൊണ്ട് ഇവിടെ റബ്ബുൽ ആലമീനിന്റെ ദൂതനാണ്, അത് പിതാക്കന്മാരുടെ റബ്ബും ഒക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ റബ്ബാക്കലും ഇലാഹാക്കലും കൂടി ആയിട്ടാണ് ഫിറൗൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഭീഷണി അയാൾ നടത്തുന്നത്. ഇവിടെ ആരെ ആരാധിക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള ശക്തി ഞാനാണ്. ഞാനാണ് ഇലാഹ്. എന്നെ അല്ലാതെ അതിൽ പരിഗണിച്ചാൽ, അഥവാ ആരെ ആരാധിക്കണമെന്ന് കൽപ്പിക്കാനും എങ്ങനെ ജീവിക്കണമെന്ന് കൽപ്പിക്കാനുമൊക്കെ വേറൊരു ശക്തിക്ക് അധികാരമുണ്ട് എന്ന് വല്ലവനും വകവെച്ചു കൊടുത്താൽ അവനെ ഞാൻ പുറത്തു വിടുകയില്ല. ഇതാണ് ലജഅലന്നക മിനൽ മസ്ജൂനീൻ എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും ദുരധികാര ശക്തികൾ, ഇപ്പോൾ ആധുനിക ലോകത്ത് മതപരം ആരാധനാപരം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വകതിരിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഏതും വിശ്വസിക്കാം, ഏതും ആചരിക്കാം. പക്ഷെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഞങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാവൂ. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ അനുവദിക്കുകയില്ല. പലിശ ഹറാമാണ് എന്ന് നിങ്ങളെ നിയമത്തിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞങ്ങളെ നിയമം അനുസരിച്ച് നിങ്ങൾ പലിശ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര കുട്ടികൾ ജനിക്കണം എന്ന് വരെ ഞങ്ങൾ തീരുമാനിക്കും, അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നത് അത് തന്നെയാണ് ഈ ഉലൂഹിയത്ത് അവകാശപ്പെടുക എന്ന് പറഞ്ഞാൽ. അത് വകവെച്ചു കൊടുക്കുക, അവർക്ക് അങ്ങനെ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വകവെച്ചു കൊടുക്കൽ അവരെ ഇലാഹാക്കലാണ്, അത് ശിർക്കുമാണ്. മൂസാ അലൈഹിസ്സലാം ഈ സംഗതി അനുവദിച്ചിരുന്നെങ്കിലോ, മതപരമായ കാര്യങ്ങളിൽ ഞാൻ അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യും, ബാക്കിയുള്ളതിൽ നീ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്തു കൊള്ളാം, ആരാധന അള്ളാഹുവിന് മാത്രം, ബാക്കിയൊക്കെ നീ പറയും പോലെ ചെയ്തു കൊള്ളാം എന്ന് മൂസാ അലൈഹിസ്സലാം സമ്മതിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും? മൂസാ അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞു, ഖാല അവലൗ ജിതുക ബിശൈഇൻ മുബീൻ, ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുള്ളത് വെറുതെ പറഞ്ഞുകൊണ്ട് വരികയല്ല. റബ്ബുൽ ആലമീനിന്റെ, റബ്ബുസ് സമാവാത്തി വൽ അർളിന്റെ, റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബിന്റെ, റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, റബ്ബു ആബായിക്കുമിന്റെ ഒക്കെ റബ്ബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നും അവന്റെ ദൂതനാണ് എന്നതിനും
തെളിവുമായിട്ട് വന്നിട്ടുള്ളതെങ്കിലും ഞാൻ ജയിലിൽ പോകണമോ എന്ന്. ഖാല വലൗ ജീതുക ബിശൈഇൻ മുബീൻ. അപ്പൊ ഫിറോൻ ചോദിച്ചു, തെളിവുണ്ടെങ്കിലും ജയിലിൽ പോകണം, അഥവാ അള്ളാഹു പറഞ്ഞയച്ചതാണ് എന്ന് ബോധ്യം വന്നാലും എന്നെ ജയിലിലിടുമോ എന്നാണ് ചോദ്യം. അതാണ് ഉദ്ദേശിച്ചത്. അതിന് ഫിറോനിന്റെ മറുപടി ഖാല ഫഅ്തി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ. എന്നാൽ നീ ആ തെളിവും കൊണ്ടുവാ, നീ സത്യവാനാണെങ്കിൽ, അഥവാ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അതിന്റെ പ്രൂഫ്, അതിന്റെ രേഖ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നാണ് പിന്നെ ഫിറൗൻ വാദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി മൂസ അലൈഹിസ്സലാം കൊടുത്തു. അടുത്ത ആയത്തുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.